ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2-ലെ ഇമാജിനേഷൻ എന്ന് പറയുന്നതാണ് യൂണിറ്റ് 2-ന്റെ പേര്. അതിലുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സങ്കല്പം എന്നുള്ളതാണ്. നമ്മൾ സങ്കല്പിക്കൂലേ ഓരോന്ന്, അതാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നോക്കി നോക്കാം നമുക്ക്. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാർട്ടൂണുകൾ തന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ലുക്ക് അറ്റ് ദ ഫോളോവിങ് പിക്ചേഴ്സ്, താഴത്തുള്ള ചിത്രങ്ങളിലേക്ക് നോക്കാൻ. ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ, അതിന്റെ താഴത്തുള്ള ക്യാപ്ഷനുകൾ വായിച്ചു നോക്കാനും പറയുന്നുണ്ട്, എഴുത്തുകൾ വായിച്ചു നോക്കാനും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഐ ലവ് മൈ ഡോൾ വെരി മച്ച്, ഞാൻ എൻ്റെ ഡോളിനെ, ഡോൾ എന്ന് പറഞ്ഞാൽ പാവ, അതിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഐ ഗിവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ, ഞാൻ എൻ്റെ ഡോളിനെ, എൻ്റെ പാവയെ എല്ലാ ദിവസവും ബാത്ത് കുളിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി, റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഡോളിന് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിന്റെ താഴ്ഭാഗത്ത് ഇനിയും ചിത്രങ്ങൾ കാണാം. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഞാൻ എൻ്റെ ഡോളിന്, എൻ്റെ പാവക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ കേട്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് കഥകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അടുത്ത എന്താ പറയുന്നത്? ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്, ഞാൻ വൈകുന്നേരങ്ങളിൽ എന്റെ ഡോളിന്റെ കൂടെ കളിക്കാറുണ്ട്, പാവയുടെ കൂടെ കളിക്കാറുണ്ട്. ലാസ്റ്റ് പറയുന്നു, ഐ ലവ് മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഞാൻ താരാട്ട് പാട്ട് പാടിയിട്ട് എന്റെ കളിപ്പാട്ടത്തെ ഉറക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പാവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നോക്കി നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. എന്താണ് ചാപ്റ്ററിൽ പറയുന്നത്? എ ഡോൾസ് ജേർണി. ഡോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാവ. ഇവിടെ ഡോൾസ് ഒരു അപ്പോസ്ട്രോഫിട്ട് രസം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? ഡോളിന്റെ അല്ലെങ്കിൽ പാവയുടെ യാത്ര, ഒരു പാവയുടെ യാത്ര എന്നുള്ളതാണ് നമ്മളുടെ കഥ. ഈ കഥയിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം നമുക്ക്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ, ശനിയാഴ്ച ഉച്ചക്ക് ശേഷമുള്ള ഒരു സമയം. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിൻ എന്ന് പറയുന്നതില്ല, ഒരു പാർക്കിലൂടെ, ഒരു സ്ഥലമാണ്, ആ സ്ഥലത്തിലുള്ള ഒരു പാർക്കിലൂടെ കഫ്ക എന്ന് പറയുന്ന ഒരാൾ നടന്നു പോവുകയായിരുന്നു. അപ്പോ കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക്, കഫ്ക ഒരു പാർക്കിലൂടെ നടന്നു പോവുകയായിരുന്നു. എവിടെയുള്ള പാർക്കാണ്? ഇൻ ബെർലിൻ, ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാർക്കാണ്. ഹി മെറ്റ് എ ഗേൾ, ഹി മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി, എ ഗേൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹു വാസ് ക്രൈയിങ്, ആ കുട്ടി എന്താ ചെയ്തിരുന്നത്? കരയുകയായിരുന്നു. എന്തിനാ കരയുന്നത്? ബിക്കോസ്, കാരണം ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ, അവൾക്ക് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡോളിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, പാവയെ, പാവക്കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ്, കഫ്ക ജോയിൻഡ്, കഫ്ക ചേർന്നു, കഫ്ക എന്ന് പറഞ്ഞാൽ ഇയാളാണ്, ഈ മനുഷ്യൻ ജോയിൻഡ് ചേർന്നു, ഹെർ അവളോടൊപ്പം ചേർന്നു. എന്തിന്? ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ, ആ ഡോളിനെ, ആ പാവക്കുട്ടിയെ തെരയാൻ, സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരും കൂടെ ചേർന്നു. കഫ്ക എന്ന് പറയുന്ന ഈ മനുഷ്യനും ഈ ചെറിയ പെൺകുട്ടിയുടെ കൂടെ ചേർന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അതിന് അൺസക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ പാവക്കുട്ടിയെ രണ്ടാളും കുറെ സമയം തെരഞ്ഞതിന് ശേഷവും അവർക്ക് അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്ത് നമ്മളുടെ പെൺകുട്ടി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഹി കൺസോൾഡ് ഹെർ, കൺസോൾഡ് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു. ഹി അയാൾ, കഫ്ക എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവളെ, ആ പെൺകുട്ടിയെ കൺസോൾഡ് ആശ്വസിപ്പിച്ചു. ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അയാൾ പറയാണ്, ഹി ആൾസോ പ്രോമിസ്ഡ്, അയാൾ പ്രോമിസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉറപ്പ് കൊടുത്തു, ഹെർ അവൾക്ക്, കഫ്ക എന്ന് പറയുന്ന ഈ മനുഷ്യന് കുറെ സമയം അതിനെ തെരഞ്ഞതിന് ശേഷം കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ സങ്കടപ്പെട്ടിരിക്കുമ്പോ സമാശ്വസിപ്പിക്കുക, എന്ത് പറഞ്ഞിട്ടാണ്? ഒരു പ്രോമിസ്ഡ്, ഉറപ്പ് കൊടുത്തു. എന്ത് ഉറപ്പ് കൊടുത്തത്? ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ, നമ്മൾ നാളെയും ഇതുപോലെ നമ്മൾ ഇവിടെ കണ്ടുമുട്ടിയിരിക്കും. മാത്രല്ല ടു കണ്ടിന്യൂ, എന്നിട്ട് നമ്മൾ വീണ്ടും തുടരും. എന്തിന്? ലുക്കിംഗ് ഫോർ ദ ഡോൾ, നമ്മൾ നമ്മളുടെ ആ പാവക്കുട്ടിയെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ എന്താകും? അതിനെ തെരഞ്ഞുകൊണ്ടേയിരിക്കും. നാളെയും നമുക്ക് കണ്ടുമുട്ടണം എന്ന് പറഞ്ഞിട്ട് എന്താവാണ്? ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദേ മെറ്റ് അവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അറ്റ് ദ പാർക്ക്, പാർക്കിൽ വെച്ചിട്ട്. ഇൻ ദ ഈവനിങ്, വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയിട്ടുണ്ടാവില്ലേ, ഞായറാഴ്ച വൈകുന്നേരം അവർ വീണ്ടും എന്താകുന്നു? അവിടെ കണ്ടുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പൊ ഞാൻ ഈ പാരഗ്രാഫ് ക്ലാസ് തുടങ്ങിയതിന് ശേഷം നിങ്ങളെ കൊണ്ട് അർത്ഥം വെപ്പിക്കും. അപ്പൊ ശരിക്കും അർത്ഥം വെക്കുക, നല്ല പോലെ അർത്ഥം വെക്കുക. ഇനി ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് വീണ്ടും എന്താവുക? കേൾക്കുക കേട്ടോ. അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്?
ഒരുപാട് സമയം അവരങ്ങനെ തെരഞ്ഞിട്ടു ഞായറാഴ്ച. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കുറച്ച് സമയം അവരങ്ങനെ തെരഞ്ഞതിന് ശേഷം കഫ്ക പ്രിറ്റൻഡഡ്. എന്താ പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാല്? അഭിനയിച്ചു. പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു. കഫ്ക പ്രിറ്റൻഡഡ്, അഭിനയിച്ചു. കഫ്ക അഭിനയിക്കാണ്. ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. അവരിയ്ക്കുന്ന കുറെ സമയം ഇങ്ങനെ തെരഞ്ഞതിന് ശേഷം അവർ ആ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പാർക്കിൽ ഇരിക്കുന്ന ആ ഒരു ബെഞ്ച് ഉണ്ട്. ആ ബെഞ്ചിന്റെ താഴത്ത് എന്തോ ഒരു ലെറ്റർ കിട്ടിയതുപോലെ ആരഭിനയിക്കുകയാണ്? കഫ്ക അഭിനയിച്ചു. ഒരു ബെഞ്ച് ഉണ്ട്, ആ ബെഞ്ചിന്റെ താഴ്ഭാഗത്ത് നോക്കട്ടെ, ഒരു അർത്ഥം വെച്ചാൽ ശ്രദ്ധിച്ചോ. കഫ്ക പ്രിറ്റൻഡഡ്, കഫ്ക അഭിനയിച്ചു ആ ചെറുക്കനെ, ആ ചെറുപ്പക്കാരനെ. ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ, അയാൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നത് പോലെ അഭിനയിച്ചു. എവിടുന്ന്? അണ്ടർ എന്ന് പറഞ്ഞ താഴ്ഭാഗത്ത് എ ബെഞ്ച് ഇൻ ദ പാർക്ക്, ആ പാർക്കിൽ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നത് പോലെ ആരഭിനയിച്ചു? കഫ്ക അഭിനയിച്ചു. എന്നിട്ടോ ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ, അയാൾ കഫ്ക എന്ന് പറയുന്ന മനുഷ്യൻ ഗേവ് നൽകി. എന്ത് നൽകി? ദ ലെറ്റർ ടു ദ ഗേൾ, ആ ലെറ്റർ, ആ കിട്ടിയ കത്ത് ആ കുട്ടിക്ക് കൊടുത്തു, പെൺകുട്ടിക്ക് കൊടുത്തു. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ, സത്യത്തിൽ ആ ലെറ്റർ ആരുണ്ടാക്കിയതാണ്? കഫ്ക തന്നെ സ്വന്തം എഴുതിണ്ടാക്കിയതാണ് ആ ലെറ്റർ. വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ, ആരെഴുതിയതുപോലെ? ആ ഡോൾ ഉണ്ടല്ലോ, പാവക്കുട്ടി എഴുതിയതുപോലുള്ള ഒരു കത്താണ് ആര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്? കഫ്ക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നിലത്തുനിന്ന് കിട്ടിയതുപോലെ അഭിനയിച്ചിട്ട് ഇതാ പെൺകുട്ടിക്കാണ് കൊടുത്തു. ചെറിയ കുട്ടിയാണ്, പാവക്കുട്ടി കത്ത് എഴുതൂല എന്നുള്ള മനസ്സിലാക്കാൻ മാത്രമുള്ള എന്തൊന്നും ആ കുട്ടിക്കില്ല. ആ കുട്ടിയെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കഫ്ക എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്തൊരു ഐഡിയ. എന്താണ് അതിൽ പറയുന്നത്? ഡോൺ വറി, സങ്കടപ്പെടണ്ട, എബൌട്ട് മീ, എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടണ്ട. ദ ലെറ്റർ സെഡ്, ആ ലെറ്ററിൽ അതാണ് പറയുന്നത്. മാത്രമല്ല ഐ ആം ഓൺ എ ട്രിപ്പ്, ഞാനൊരു യാത്രയിലാണ്. പാവക്കുട്ടിയാണ് കത്ത് എഴുതുന്നത് എന്നാണ് ആര് വിചാരിച്ചിട്ടുള്ളത്? ഈ പെൺകുട്ടി. ആ പെൺകുട്ടി അതിങ്ങനെ വായിക്കുകയാണ്. അതിൽ എന്താ ഉള്ളത്? ഐ ആം ഓൺ എ ട്രിപ്പ്, ഞാനൊരു യാത്രയിലാണ്. എറൗണ്ട് ദ വേൾഡ്, ലോകം ചുറ്റിയും കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലാണ് ഞാനുള്ളത്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്, ഇത് വളരെ മനോഹരമാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം. എന്ത്? ഈ യാത്ര. അപ്പൊ ഞാൻ ആ യാത്രയിലാണ്. എന്നെ കുറിച്ച് ഈ സങ്കടപ്പെടുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ കൂടുതൽ സങ്കടപ്പെടണ്ട, ഞാനൊരു യാത്രയിലാണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്, ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് ഈ സങ്കടപ്പെടണ്ട, കുറച്ചു ദിവസം എന്നെ കാണാത്തതിൽ ഇരിക്കും വിഷമിക്കണ്ട എന്ന് ആ ഡോള് എഴുതിയതുപോലത്തെ ഒരു കത്താണ് ആര് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്? കഫ്ക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം പിന്നീട് എന്താ സംഭവിക്കാൻ നോക്കിക്കട്ടോ. ഇത് കത്ത് വായിച്ചതിന് ശേഷം നമ്മുടെ കഥ അവസാനിക്കാൻ പോവാണ്. ഇനി ലാസ്റ്റ് ഈ ഒരു പാരഗ്രാഫിന് ശേഷം അടുത്തൊരു പാരഗ്രാഫും കൂടി ഇത് കഴിഞ്ഞാൽ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. നോക്കാം നമുക്ക്. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, ഇയാൾ വീണ്ടും വീണ്ടും അടുത്ത ദിവസം പുതിയ കത്തെഴുതും. ആ യാത്രയിൽ കണ്ട ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും പുതിയ കത്തെഴുതും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇതാ പാവക്കുട്ടി തന്ന കത്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കുട്ടിക്ക് കൊടുക്കും. അതായത് ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, ഡോളിന്റെ കയ്യിൽ നിന്ന് ലെറ്ററുകൾ കിട്ടുന്നത് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേ ഇരുന്നു. ആര്? പെൺകുട്ടി. കുറെ കത്തുകൾ അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട്. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ഡീറ്റെയിൽ, ആ കത്തുകളിൽ ഉള്ളത് എന്താണ്? ഷീ റോട്ട്, ആ കത്തുകളിലുള്ളത് മുഴുവൻ എഴുതിയിട്ടുള്ളത് എന്താണ്? അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ്, അവർ പോകുന്ന യാത്രയിൽ ഉണ്ടായിരുന്ന സാഹസികത എന്ന് പറഞ്ഞ രസകരമായ അനുഭവങ്ങളായിരുന്നു വിശദമാക്കി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ആ കത്തിൽ കൊടുത്തിട്ടുണ്ടാവുക. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ, ഈ ലെറ്റർ ഇങ്ങനെ കിട്ടുമ്പോ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, സന്തോഷിച്ചു. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാല് ദീസ് വെന്റ് ഓൺ ഫോർ സം ടൈം ബട്ട് കഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേ പാസ്ഡ്. എന്താ അർത്ഥം? ദീസ് വെന്റ് ഓൺ ഫോർ സം ടൈം, ഇത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ കഫ്ക നോട്ടീസ്ഡ്, കഫ്ക ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തുടക്കത്തിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ഇതാ പറഞ്ഞ ആസ് ഡേ പാസ്ഡ്, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ മുഖം എങ്ങനെയായി മാറുന്നുണ്ട്? മൂടി എന്ന് പറയുന്നത് പറഞ്ഞാൽ സങ്കടത്തിലേക്ക് വീണ്ടും വീണ്ടും മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. എന്തിനായിരിക്കും? കാരണം എന്താ? ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്, അവൾക്ക് അവളുടെ ഡോള് തിരിച്ചു വരുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആൻഡ് കഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി, ഞാനിങ്ങനെ തുടർച്ചയായിട്ട് എണ്ണമില്ലാതെ കത്തുകൾ ഇങ്ങനെ എഴുതി കൊടുത്തതുകൊണ്ട് കാര്യമില്ല എന്നാല് തിരിച്ചറിയാണ്? കഫ്ക തിരിച്ചറിയാണ്. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്, അയാള് പുതിയ ഒരു ഐഡിയ എന്താവുകയാണ് അവിടെ കണ്ടെത്തുകയാണ്. അയാൾ പുതിയൊരു മാർഗം തിരയാണ്. എന്താണ് ആ പുതിയ മാർഗം എന്നുള്ളത്? ഇതോടുകൂടെ ഈ ഒരു പാരഗ്രാഫും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഥ അവിടെ അവസാനിക്കട്ടെ. എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോ, ശരിക്കും ശ്രദ്ധിക്കുക. ദർ വർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്, കുറച്ച് ദിവസം അയാൾ കത്തൊന്നും എഴുതിയില്ല, ഒരു കത്തും കിട്ടിയിട്ടില്ല. ആ പെൺകുട്ടി ഇപ്പൊ കത്തും ഇല്ലാതായോ എന്നുള്ള നിലക്ക് മറ്റൊരു നിരാശയിലേക്ക് ആ പെൺകുട്ടി പോവുകയാണ്.
പക്ഷേ ദെൻ വൺ ഡേ കഫ്ക ടോൾഡ് ദ ഗേൾ, കഫ്ക എന്ന് പറയുന്ന ആള് ടോൾഡ് പറഞ്ഞു, ദ ഗേൾ ആ പെൺകുട്ടിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദ ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. ഡോൾ ഉണ്ടല്ലോ, ആ ഡോള് മറ്റൊരു ആളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡോളിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. ഞാൻ നമ്മളുടെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത്, ഈ കഫ്ക പറഞ്ഞു കൊടുക്കാണ് പെൺകുട്ടിക്ക്, ഞാൻ നമ്മളുടെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. എന്താ കണ്ടത്? ഈ ഡോള് മറ്റൊരാളുമായിട്ട് വിവാഹിതയാകാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ്. കഫ്ക ആൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മേരി. എന്നിട്ട് യങ് മാരി, അതായത് പറഞ്ഞ എന്നെ, ഡോള് പറയാണ്, ഡോളിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തി തിരക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ നോക്കിട്ട് വന്നിട്ട് അർത്ഥം വെച്ചരാ. കഫ്ക ആൾസോ ടോൾഡ്, കഫ്ക ആ പെൺകുട്ടിയോട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത്? ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം, ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുത്തു, ഹിം അവനെ, ആരെ? ടു ദ യങ് മാൻ. യങ് മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ള മനുഷ്യനെ. ഏത് ചെറുപ്പക്കാരനായുള്ള മനുഷ്യനെ? ഷീ വാസ് ഗോയിങ് ടു മാരി. അവള്, ആ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ആ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ പറയുന്നത്. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. കുറച്ച് സമയം ലെറ്റർ എഴുതാൻ പറ്റാത്തതില് എന്നോട് സോറി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഷീ പ്രോമിസ്ഡ്, അവൾ പ്രോമിസ് ചെയ്തു. എന്താ പ്രോമിസ് ചെയ്തത്? ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡിങ് വേർ ഓവർ. എന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് കത്ത് എന്തായാലും എഴുതും എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോ എന്നോട് ഡോള് പറഞ്ഞിട്ടുണ്ട് എന്നാര് പറയാണ്? ആ പെൺകുട്ടിയോട് കഫ്ക പറയാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. തന്റെ ഡോളിൽ നിന്ന്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഡോളിൽ നിന്ന് ഇതുപോലൊരു മറുപടി കേട്ടപ്പോ, ആ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ള മറുപടി ഒക്കെ കേട്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ ഷീ വണ്ടേർഡ്, അവൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ, എനിക്ക് എന്റെ പാവക്കുട്ടിയെ ഇനി എന്നാണ് കാണാൻ കഴിയുക എന്നാലോചിച്ചിട്ട് അവൾ വീണ്ടും അത്ഭുതപ്പെട്ട് മറ്റൊരു സങ്കടത്തിലേക്ക് തന്നെ വീണ്ടും പോകുന്നതോടുകൂടെ നമ്മളുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഇതാണ്. ഈ കഥ ശരിക്കും വായിച്ചിട്ട് വീണ്ടും വീണ്ടും അത് വായിക്കുക. 3-4 പ്രാവശ്യം ആ കഥ വായിക്കുക. ആ കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ കഥ നല്ല പോലെ അർത്ഥം വെച്ചിട്ട് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അർത്ഥം വെച്ച് കൊടുക്കണം. അതാണ് ഇതിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഈ കഥ അർത്ഥം വെച്ചിട്ട് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുക. രക്ഷിതാക്കള് കുട്ടികൾ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്താവുക, എന്നോട് അത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം, എന്റെ കുട്ടി അർത്ഥം വെച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് കേട്ടോ.